വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നിങ്ങൾ S1 എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പോ S2 തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ ഈ S2 സിലബസ് നിങ്ങൾക്ക് കൈ കിട്ടിയപ്പോ നിങ്ങൾ ആ സിലബസിലൂടെ ഇങ്ങനെ പോയി നോക്കിയപ്പോ ഓൾറെഡി ആദ്യം ഒരു മാത്സ് പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് വേറൊരു പേപ്പറും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാത്സിന്റെ പേരിലെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് അല്ലെ? അപ്പോ ആ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ഓൾറെഡി മാത്സ് പഠിക്കുന്നുണ്ട് ആൻഡ് അതിന്റെ കൂടെ നിങ്ങളുടെ കോർ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോർ ആയിട്ട് ഡിസ്ക്രീറ്റ് മാത്സ് പഠിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കോർ ആയിട്ട് ഡിസ്ക്രീറ്റ് പഠിക്കാൻ കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പല പ്രോഗ്രാമിങ് കോഡുകള്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, ഇതിന്റെ ഒക്കെ ബേസ് വരുന്നത് ഈ ഡിസ്ക്രീറ്റ് മാത്സിലാണ്. ഓക്കെ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഭൂഗോളത്തിന്റെ സ്പന്ദനാണെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പന്ദനം തന്നെ വരുന്നത് ഈ ഡിസ്ക്രീറ്റ് മാത്സിലാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കുക? ബിറ്റ്സ് ആയിട്ടാണ് അല്ലെ? 0, 1 എന്ന് പറയുന്ന ബിറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ഈ ബിറ്റ്സ് ഒക്കെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നമ്മൾ കണ്ടിന്യൂസ് അല്ല, എല്ലാം കമ്പ്യൂട്ടറിന്റെ കേസിലുള്ള എല്ലാം ഡിസ്ക്രീറ്റ് ആണ്. ബിറ്റ്സ്, ഫൈനൈറ്റ് സ്റ്റേറ്റ്സ്, ലോജിക്കൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിൽ ഈ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമേറ്റഡ് തിയറി, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ കുറെ ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സും സ്റ്റേറ്റ്സും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ കാണും. സോ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഓൾറെഡി അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അത് പഠിക്കുക. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ലോജിക് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രീറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സാധാരണ കാണുന്ന പോലെ S1 നമ്മൾ കണ്ട്, അതുപോലെ S2 നിങ്ങൾക്കുള്ള മറ്റേ മാത്സ് പേപ്പർ പോലത്തെ കുറെ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒന്നും വരുന്ന ഒരു മാത്സ് പേപ്പർ അല്ല ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് ലോജിക്കലി തിങ്ക് ചെയ്ത് നിങ്ങളെ ഒരു ലോജിക്കലി തിങ്ക് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് ഡിസ്ക്രീറ്റ് മാത്സ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു കോർ പേപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കിലുള്ള മാത്തമാറ്റിക്സ് അറിയണം. സോ കമ്പ്യൂട്ടറിന്റെ ബാക്കിലുള്ള മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്സ്. ഓക്കെ, സോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. സോ ഇത് നിങ്ങളുടെ കോർ പേപ്പർ ആണ് അല്ലെ? സോ ഇതിന്റെ കോഡ് PCCST 205 ആണ്. സാധാരണ മാത്സ് പേപ്പറിന്റെ കോഡ് ആയിട്ട് വരല് GAMAT 101 201 ഒക്കെയാണ് അല്ലെ? സോ ഇതിന്റെ കോഡ് PCCST 205 ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ പേപ്പർ ആയതുകൊണ്ട് PCCST 205 ആണ്. ഓക്കെ, ആൻഡ് ഇതില് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് എത്ര കിട്ടണം? 40 മാർക്സ് കിട്ടണം. ഓക്കെ, ഇന്റേണൽ എക്സാമിന് 40 മാർക്സ് കിട്ടണം ആൻഡ് എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്സ് കിട്ടണം. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ ഒരു കോർ പേപ്പർ ആയതുകൊണ്ട് തന്നെ 4 ക്രെഡിറ്റ് പേപ്പർ ആണ് ഡിസ്ക്രീറ്റ്. സാധാരണ മാത്സ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് 3 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. പക്ഷെ ഡിസ്ക്രീറ്റ് കോർ ആയതുകൊണ്ട് അത് 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. ഓക്കെ, ദെൻ എക്സാം അവേഴ്സ് സാധാരണ പോലെ തന്നെ 2.5 hours ആണ്. പിന്നെ ഇതിന്റെ പ്രീ റിക്വസിറ്റ്സ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മൾ സാധാരണ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇന്റഗ്രേഷൻ അറിയണം, കാൽക്കുലസ് അറിയണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ലെവലിലുള്ള മാത്രമല്ല, ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഡിസ്ക്രീറ്റ് ഉള്ളത്. ഓക്കെ, കാരണം ലോജിക് ആണ് പറയുന്നത്. സോ ഈ ലോജിക്ക് പഠിക്കാൻ അതിനോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, സോ കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിലുള്ളത്. ആൻഡ് ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം. ഓക്കെ, ആൻഡ് ഇതൊരു തിയറി പേപ്പറാണ്. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങളുടെ ഇന്റേണൽ ഇവാലുവേഷന്റെ ഡിവിഷൻ വരുന്നത് എന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്.
സോ ഇന്റേണലിന്റെ ടോട്ടൽ മാർക്ക് എത്രയാന്നാ പറഞ്ഞേ 40 അല്ലെ. ഔട്ട് ഓഫ് 40 ഓരോ മാർക്കും എങ്ങനെയാണ് വരുന്നത്? അറ്റൻഡൻസിന് 5 മാർക്കാണ്. ഔട്ട് ഓഫ് 40 അറ്റൻഡൻസിന് 5 മാർക്കാണ്. ആൻഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 മാർക്സ് കിട്ടും. ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 മാർക്കും സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 40 മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ സെം എക്സാം, എക്സ്റ്റേണൽ സെം എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേപോലെ തന്നെ സാധാരണ നിങ്ങളുടെ പേപ്പേഴ്സിന് ഉണ്ടാവുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും വരിക. ഓക്കെ, മാറ്റമൊന്നുമില്ല. എന്താണ്, 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പാർട്ട് എ ആൻഡ് പാർട്ട് ബി അല്ലെ. പാർട്ട് എയിൽ എങ്ങനെയാണ്, നമ്മുടെ ഓരോ മൊഡ്യൂളിൽ നിന്നും 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ. സോ ഈ 4 മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വെച്ചിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം, 4 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം, ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിൽ ഉണ്ടാവുക. Okay, 2 questions from each module and total of 8 questions each carrying 3 marks. അങ്ങനെ 8 into 3 total 24 marks നിങ്ങൾക്ക് ഈ പാർട്ട് എയില് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് പാർട്ട് എയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ് വരിക. ദെൻ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാവുന്നത്? പാർട്ട് ബിയില് നമുക്ക് ഓരോ മൊഡ്യൂളും, നിങ്ങൾക്ക് 4 മൊഡ്യൂളില്ലേ. സോ ഈ 4 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 9 മാർക്ക് വീതമാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 1 നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, ആൻഡ് മൊഡ്യൂൾ 2 നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, 3 നിന്ന് ഒന്ന് അല്ലെങ്കിൽ വേറൊന്ന്, ആൻഡ് 4 നിന്ന് ഒന്ന് അല്ലെങ്കിൽ വേറൊന്ന്. അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും ഓർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 marks and 2 questions will be given from each module. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം തരുന്നുണ്ടാവും. ഔട്ട് ഓഫ് വിച്ച് 1 question should be answered. അതിലെ ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് ബിയില് ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ഏതാണോ അത് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 subdivisions. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എ ബി സി പാർട്ട് ആക്കിയിട്ടാണ് ഉണ്ടാവുക. സോ അങ്ങനെ മാക്സിമം 3 subdivisions ഉണ്ടാവും. ഓക്കെ, അപ്പോ എങ്ങനെയാണ്, അപ്പൊ ടോട്ടൽ എത്ര മാർക്ക് കിട്ടും? ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് ആൻഡ് 4 മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ 4 into 9 equal to ടോട്ടൽ 36 മാർക്സ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ കിട്ടുക. അപ്പൊ നിങ്ങളുടെ എക്സ്റ്റേണൽ സെം എക്സാമിന് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടാവുന്നത് 60 മാർക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുക. സോ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നമ്മുടെ ഡിസ്ക്രീറ്റ് മാക്സിമം തന്നെ നമുക്ക് പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തെ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ അങ്ങനെ ഒന്നും വരാൻ ഇവിടെ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മൾ +2 പഠിച്ച കാര്യങ്ങളുടെ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ പൊടി തട്ടി കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി പഠിക്കാം. അതാണ് സംഭവം. ഇപ്പൊ +2 സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. +2 പഠിക്കാനുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് പൊടി തട്ടി എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതില് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് കെന്നത്ത് എച്ച് റോസന്റെയും കമല കൃതിവാസന്റെയും ബുക്കാണ്. മെഗ്രോ ഹിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള 8th എഡിഷൻ ബുക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഈ ബുക്ക് കണ്ടാൽ തന്നെ നമുക്ക് കൈൻഡ് ഓഫ് വായിക്കാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ബുക്കാണ്. ഓക്കെ, അത്രേ ഭയങ്കര എലാബറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ള ബുക്കല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബുക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ ഭാഗങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കെന്നത്ത് എച്ച് റോസന്റെയും കമല കൃതിവാസന്റെയും ബുക്ക്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഓതറിന്റെ പേര് ശ്രദ്ധിക്കണം, കാരണം ഈ പേരിലുള്ള വേറെ പല ബുക്സും ഉണ്ടാവും. ഓക്കെ, സോ ഈ 2 ഓതേഴ്സും എഴുതിയിട്ടുള്ള ബുക്കാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് ഈ ടെക്സ്റ്റ് ബുക്കത്തെ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടണം, ഒന്നും കൂടെ ക്ലിയർ ആവണം കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയും 2 റെഫറൻസ് ബുക്ക് എടുക്കാം. ഓക്കെ, സോ അതില് മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഷോംസ് ഔട്ട്ലൈൻ ഓഫ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഷോംസ് ഔട്ട്ലൈൻ. കൂടുതലായിട്ടും പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമുക്ക് പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ് ഷോംസ് ഔട്ട്ലൈൻ.
ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ബുക്കിനേക്കാളും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനേക്കാളും ഒന്നും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ് ഷോംസ് ഔട്ട്ലൈൻ. ഓക്കെ, സോ ഇത് മാർക്ക് ലിപ്സണും സെയ്മർ ലിപ്ഷറ്റ്സും എഴുതിയ ബുക്കാണ്. മെഗ്രാവ് ഹിൽ പബ്ലിഷ് ചെയ്തിട്ട് 3rd എഡിഷൻ 2021 3rd എഡിഷൻ ബുക്കാണ് നമ്മളോട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെ കാര്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാണെന്ന് ഓർക്കുക. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് കെന്നത്ത് എ റോസിന്റെയും ചാൾസ് ബി റൈയുടെയും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കാണ്. പിയേഴ്സൺ പബ്ലിഷ് ചെയ്തിട്ടുള്ള 5th എഡിഷൻ 2012 5th എഡിഷൻ ആണ്. വേറൊരു ബുക്ക്, ഇതും അത്ര ബുദ്ധിമുട്ടൊന്നുള്ള ബുക്കല്ല, സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ എടുക്കാം. ഓക്കെ, സോ ഈ 3 ബുക്സും ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോ നമുക്കിനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഓരോ മൊഡ്യൂളിലും എന്തിനൊക്കെയാണ് അത് പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് പോലെ തിങ്ക് ചെയ്യാനും വേണ്ടി എബിലിറ്റി, അങ്ങനെയുള്ള ഒരു തിങ്കിങ് എബിലിറ്റി വളർത്താൻ, ഒരു ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി വളർത്താനുള്ള ടൈപ്പ് ഓഫ് ഒരു പേപ്പറാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോ ഓൾറെഡി ലോജിക്കൽ തിങ്കിങ്ങിന് ഇപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മെന്റൽ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യും അല്ലെ. സോ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ സയൻസിന് ഇപ്പൊ ഇൻഫോസിസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളെ കോഡിംഗ് അല്ല അവർ ടെസ്റ്റ് ചെയ്യുക, അവിടെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഈ ലോജിക്കൽ എബിലിറ്റിയെ പറ്റിയിട്ടാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്ത ഒരാൾക്ക് കറക്റ്റ് എന്താണ് ആ കോഡ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ആ ലോജിക്കൽ തിങ്കിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. ജസ്റ്റ് ഇങ്ങനെ കോഡ് മഗപ്പ് ചെയ്ത് കോഡ് കാണാപ്പാഠം പഠിച്ചു വെച്ച് പോകുന്ന അങ്ങനെ ഉള്ള ആൾക്കാരെ അവർക്ക് ആവശ്യമില്ല. നമുക്ക് അവിടെ കറക്റ്റ് വേണ്ടത് ലോജിക്കൽ തിങ്കിങ് വർക്ക് ആവുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഇന്റർവ്യൂസിനൊക്കെ തരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലോജിക്കൽ തിങ്കിങ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ മൊഡ്യൂളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോജിക്കൽ തിങ്കിങ്ങും കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസും. ഓക്കെ, ഇതെല്ലാം വരുന്ന നമ്മുടെ ബ്രെയിനിനെ കറക്റ്റ് ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് സെറ്റ്സ്, ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് ആണ്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് സെറ്റ്സും ഫങ്ഷൻസും റിലേഷൻസും ഒക്കെ. ഇത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. സെറ്റ് തിയറി നിങ്ങൾ +2 പഠിക്കുന്നതാണ്. സോ അതൊക്കെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സെറ്റ് തിയറി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ പ്രോഗ്രസ് ആയി അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് എന്തൊക്കെയാണ്? സെറ്റ്സ് ആൻഡ് സബ്സെറ്റ്സ്, വെൻ ഡയഗ്രാംസ്, സെറ്റ് ഓപ്പറേഷൻസ്, സെറ്റ് ഐഡന്റിറ്റീസ്, ജനറലൈസ്ഡ് യൂണിയൻസ് ആൻഡ് ഇന്റർസെക്ഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, ബേസിക് ആൻഡ് ജനറലൈസ്ഡ് വേർഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ സെറ്റിന്റെ ബേസിക്, സെറ്റ് തിയറിയുടെ ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്കും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കും. ഓക്കെ, ഫംഗ്ഷൻസ് നമ്മൾ +2 പഠിക്കുന്നതാണ് എന്താന്ന് അല്ലെ. സോ അതിന്റെയൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഫംഗ്ഷൻ ഡെഫിനിഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ, സർജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ഇതൊക്കെ നമ്മൾ നോക്കും. ദെൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, എന്താണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് നമ്മൾ പഠിക്കും. ദെൻ കോമ്പോസിഷൻസ് ഓഫ് ഫംഗ്ഷൻസ്, കാർഡിനാലിറ്റി ഓഫ് സെറ്റ്സ് ആൻഡ് കാൻഡർ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഈ കാർഡിനാലിറ്റിയും കാൻഡർ ഡയഗണലൈസേഷനും ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കും അല്ലെ. സോ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ പുതിയ കാര്യങ്ങൾ പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ റിലേഷൻസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ്, എൻറി റിലേഷൻസ്, റെപ്രസെന്റിംഗ് റിലേഷൻസ് യൂസിങ് മെട്രിസസ്, ഇക്വാലൻസ് റിലേഷൻസ്, ഇക്വാലൻസ് ക്ലാസസ്, പാർഷ്യൽ ഓർഡറിംഗ്സ്, ഹാസർ ഡയഗ്രാംസ്, മാക്സിമൽ ആൻഡ് മിനിമൽ എലമെന്റ്സ് ആൻഡ് ലാറ്റിസസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. നിങ്ങൾ കോഡ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നമ്മൾ ഓരോ വാല്യൂസും ഡാറ്റാസിനെയൊക്കെ നമ്മൾ
സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. സോ എന്തൊക്കെയാണ് ആ സെറ്റിന്റെ പ്രോപ്പർട്ടീസ്, അതിനെ എന്തൊക്കെ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം, അതിനെ എന്തൊക്കെ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സെറ്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ, അതുപോലെ ഡാറ്റാബേസ് അൽഗോരിതംസ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. DBMS ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ DBMSന്റെ ഒക്കെ ബേസ് വരുന്നത് ഈ സെറ്റിലാണ്. ഓക്കെ, സോ സെറ്റിൽ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. നമ്മുടെ ചുറ്റും നടക്കുന്ന റിയൽ ലൈഫിലെ സെനാരിയോസിനെ നമ്മൾ ഈ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് സെമ്മില് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ, അതുപോലത്തെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ, ഇങ്ങനത്തെയൊക്കെ കുറെ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ലോജിക് ഗേറ്റ്സ്, ബൂലിയൻ ആൾജിബ്ര ഇതൊക്കെ ഉണ്ടാവും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോജിക് ആൻഡ് പ്രൂഫിന്റെ മെത്തേഡ്സ് ഒക്കെ കറക്റ്റ് നമ്മൾ സെറ്റ് ആക്കി വെക്കണം. ഓക്കെ, കാരണം അവിടെ അതിന്റെ ബേസ് വരുന്നത് ഇതിലാണ്. ഓക്കെ, സോ ഈ ലോജിക്ക് സെറ്റ് ആക്കാൻ വേണ്ടി, ലോജിക്കിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, എങ്ങനെ ഓരോ സെനാരിയോസിനെയും നമുക്ക് ലോജിക്കലി മാപ്പ് ചെയ്യാം, ലോജിക്കലി എങ്ങനെ ഓരോത്തിനെയും കണക്ട് ചെയ്യാം എന്ന് നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? പ്രപ്പോസിഷണൽ ലോജിക്, അപ്ലിക്കേഷൻസ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക്, പ്രപ്പോസിഷണൽ ഇക്വലൻസസ്, പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, നെസ്റ്റഡ് ക്വാണ്ടിഫയേഴ്സ്, റൂൾസ് ഓഫ് ഇൻഫറൻസ്. ഓക്കെ, സോ പ്രപ്പോസിഷണൽ ലോജിക്കിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യും? പ്രൂഫ്സ് പഠിക്കും. ഓക്കെ, നിങ്ങൾ പ്രൂഫ്സ് പഠിച്ചിട്ടുണ്ടാവും +2 അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂഫ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ കോൺട്രാപോസിറ്റീവ്, പല ടൈപ്പ് ഓഫ് പ്രൂഫ്സ് ഉണ്ട്, കോൺട്രാപോസിറ്റീവ്, കോൺട്രാഡിക്ഷൻ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അങ്ങനെയുള്ള പ്രൂഫ് ഒക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു പ്രൂഫ്സ്, മെത്തേഡ്സ് ഓഫ് പ്രൂവിംഗ് തിയറംസ്, ദെൻ ഡയറക്റ്റ് പ്രൂഫ്, ഇൻഡയറക്റ്റ് പ്രൂഫിന്റെ പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ, പ്രൂഫ് ബൈ കൗണ്ടർ എക്സാമ്പിൾസ്, ആൻഡ് ദെൻ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. ഓക്കെ, ഭയങ്കര നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലെ പല ആൽഗോരിതംസും വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും. ദെൻ അടുത്തത് തേർഡ് മൊഡ്യൂള് നിങ്ങൾക്ക് ആൽഗോരിതംസ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് സെമ്മില് നിങ്ങൾക്ക് ആൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ പഠിക്കുന്നുണ്ടാവും അല്ലെ. സോ അതിൽ കുറെ ആൽഗോരിതംസ്, കുറെ ഇറ്ററേഷൻസ്, ലൂപ്പ്, ഈഫ് ലൂപ്പ്, അങ്ങനെ വൈൽ ലൂപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ. റിക്കറൻസും ഇറ്ററേഷൻസും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. കാരണം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് റിക്കറൻസിനെ ബേസ് ചെയ്തിട്ടാണ്, കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് റിക്കറൻസ് ബേസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെയുള്ള റിക്കറൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ ഓരോ കാര്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെയൊക്കെ ബേസ് മാത്സ് എന്താണ്, എവിടെ നിന്നാണ് ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ആൾക്കാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലായത് ഇന്ന് നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സോ ഇൻഡക്ഷൻ ആൻഡ് റിക്കറൻസസ് ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്. That is mathematical induction, weak and strong induction, recursive definitions and recurrence relations, then modeling with recurrence relations. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, ഇൻഡക്ഷൻസും റിക്കറൻസും. Then solving linear recurrence relations, homogeneous and non-homogeneous. Then generating functions, using generating functions to solve recurrence relations. Okay, so ഇൻഡക്ഷനും റിക്കറൻസും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. ലൂപ്പ് വർക്ക് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൂപ്പൊക്കെ. ആൽഗോരിതംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഇറ്ററേഷൻസും എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ കറക്റ്റ് എന്താണ് ബേസ് എന്ന് നമ്മൾ പഠിക്കും. അതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ഗ്രൂപ്പ് തിയറി ആണ്. ഓക്കെ, ഗ്രൂപ്പ് തിയറി ഒരു ഭയങ്കര എന്താ പറയാ, അതൊരു പ്യുവർ മാത്സിലെ ഒരു സംഭവമാണ് ഈ ഗ്രൂപ്പ് തിയറി. പക്ഷെ അതിന്റെ
ഇതിപ്പോ പ്യുവർ മാത്സ്, സാധാരണ മാത്സ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഗ്രൂപ്പ്സിന്റെ ഡെഫിനിഷൻ എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, എലമെന്ററി പ്രോപ്പർട്ടീസ് എന്താണ്, അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, ഹോമോമോർഫിസംസ്, ഐസോമോർഫിസംസ്, സൈക്ലിക് ഗ്രൂപ്പ്, കോസെറ്റ്സ് ആൻഡ് ലഗ്രാഞ്ചസ് തിയറം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് തിയറിയിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ക്രിപ്റ്റോഗ്രഫിയും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? സോ ഈ ക്രിപ്റ്റോഗ്രഫിയിലെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെമ്മിലോ ഈ സെമ്മിലോ ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവും. സോ ഈ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ഗ്രൂപ്പ് തിയറി. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് തിയറി പഠിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ആ എൻക്രിപ്ഷനിൽ നമുക്ക് അങ്ങനെ ഓരോ ലെറ്റേഴ്സിനെയും എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ഓരോ ഗ്രൂപ്പ്സ് ബേസ് ചെയ്തുകൊണ്ടാണ്, ഓരോ അൾജിബ്രൈക് ഗ്രൂപ്പ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് തിയറി പഠിക്കണം. ഓക്കെ, ജസ്റ്റ് കാണാപ്പാഠം പഠിക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ അതിന്റെയൊക്കെ ബേസ് മനസ്സിലാക്കാൻ നമുക്ക് ഗ്രൂപ്പ് തിയറി വേണം. ഓക്കെ, സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം, അങ്ങനെ ഈ ക്രിപ്റ്റോഗ്രഫിയിലെ കാര്യങ്ങൾ, സൈബർ സെക്യൂരിറ്റിയിലെ കാര്യങ്ങൾ, ഇതിന്റെ ഒക്കെ ഒരു ബേസ് വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് തിയറിയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4 മൊഡ്യൂളുകളിലും ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള സെറ്റിൽ നിന്ന് തുടങ്ങി, പിന്നെ നമ്മൾ എന്താണ്, പിന്നെ നമ്മൾ എവിടേക്ക് വരും, ലോജിക് ആൻഡ് പ്രൂഫ്സ് പഠിക്കും, ഇൻഡക്ഷൻ ആൻഡ് റിക്കറൻസസ്, ദെൻ ഗ്രൂപ്പ് തിയറി. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ലോജിക്കൽ ബേസ് സെറ്റ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എവിടെയാണ് ഇത് ഇൻഡസ്ട്രിയിൽ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താ, സെറ്റ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ അത് ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് അപ്ലൈ ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ ഡാറ്റാബേസ് സിസ്റ്റംസ്. ഓക്കെ, സോ ഡാറ്റാബേസ് സിസ്റ്റംസിലെ ER മോഡലിംഗ്, റിലേഷണൽ ഡാറ്റാബേസിലൊക്കെ എന്താണ് നമ്മുടെ സെറ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അനാലിസിസ്, ആക്സസ് കൺട്രോൾ സിസ്റ്റം, ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഇൻ IT ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഈ സെറ്റും റിലേഷൻസും ഫംഗ്ഷൻസും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ റിലേഷൻസ് ആൻഡ് പാർഷ്യൽ ഓർഡേഴ്സ് ആർ അപ്ലൈഡ് ഇൻ ടാസ്ക് ഷെഡ്യൂളിംഗ്, ഡിപെൻഡൻസി മാനേജ്മെന്റ് ആൻഡ് കമ്പൈലർ ഡിസൈൻ. ഓക്കെ, സോ ടാസ്ക് ഷെഡ്യൂളില്, ഡിപ്പെൻഡൻസി മാനേജ്മെന്റ്, ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളിലാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. ആൻഡ് ഇതുവഴി നമുക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് നമുക്ക് കിട്ടുക, വി ക്യാൻ മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലം യൂസിങ് സെറ്റ്സ് ആൻഡ് റിലേഷൻസ്. സോ നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലംസിനെ സെറ്റും റിലേഷൻസും ഒക്കെ വെച്ചിട്ട് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡിസൈൻ ഡാറ്റാബേസ് സ്കീമാസ് യൂസിങ് ഇക്വലൻസ് റിലേഷൻസ്. ഡാറ്റാബേസ് സ്കീമാസിനെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈക്വലന്റ് റിലേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ അനലൈസ് സിസ്റ്റം ഡിപെൻഡൻസീസ് യൂസിങ് പാർഷ്യൽ ഓർഡർ ആൻഡ് ഹാസേ ഡയഗ്രാംസ്. സോ സിസ്റ്റം ഡിപെൻഡൻസീസ് ഒക്കെ നമുക്ക് ഹാസേ ഡയഗ്രവും പാർഷ്യൽ ഓർഡറിംഗ് ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്ലൈ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഫോർ എഫിഷ്യന്റ് കൗണ്ടിങ് ഇൻ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ് എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ മാത്തമാറ്റിക്കൽ ലോജിക്സ് ആൻഡ് പ്രൂഫ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ അല്ലെ? സോ അത് എവിടെയാണ് വരുന്നത്, യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ വെരിഫിക്കേഷൻ, പ്രോഗ്രാം കറക്റ്റ്നെസ്, AI റൂൾ ബേസ്ഡ് സിസ്റ്റംസ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻസ്, ക്വറി ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഫോർമൽ മെത്തേഡ്സ് യൂസ്ഡ് ബൈ കമ്പനീസ്. ഓക്കെ, അപ്പോ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ആവശ്യമാണ്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, ഓക്കെ, നമ്മളിപ്പം ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, പ്രോഗ്രാം കറക്റ്റ്നെസ്, ഒരു പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ദെൻ AI റൂൾ ബേസ്ഡ് സിസ്റ്റംസ്, ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻ. ഓക്കെ, ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ഡിസൈൻ ഒക്കെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ലോജിക് വെച്ചിട്ടാണ്, മാത്തമാറ്റിക്കൽ ലോജിക് ആണ്. അവിടെ ഓരോ ഗേറ്റ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, അവിടെയൊക്കെ ഈ മാത്തമാറ്റിക്കൽ ലോജിക് ആണ് അവിടെ വർക്ക് ആവുന്നത്. ഓക്കെ, ദെൻ ക്വറി ഒപ്റ്റിമൈസേഷൻ, ഫോർമൽ മെത്തേഡ്സ് യൂസ്ഡ് ബൈ കമ്പനീസ്. അപ്പൊ അങ്ങനെ ക്വറി ഒപ്റ്റിമൈസേഷനും ഇതിനുള്ള ഫോർമൽ മെത്തേഡ്സ് ഒക്കെ ബൈ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ആൻഡ് ഇന്റൽ. അപ്പൊ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ക്വറി ഒപ്റ്റിമൈസേഷന്റെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഈ ലോജിക് ആണ് അതിന്റെയൊക്കെ ബേസ് വരുന്നത്. ഓക്കെ, ദെൻ ലോജിക് ഫോംസ് ദ ബാക്ക് ബോൺ ഓഫ് ഓട്ടോമേറ്റഡ് ലേണിംഗ് ടൂൾസ്. ഓക്കെ, സോ ഓട്ടോമേറ്റഡ് ആയിട്ട് ലേൺ ചെയ്യുന്ന ടൂൾസിന്റെ ഒക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ മാത്തമാറ്റിക്കൽ ലോജിക് എന്നാണ്.
ഓക്കെ, സോ ഇതുവഴി നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? വി ക്യാൻ ട്രാൻസ്ലേറ്റ് റിയൽ വേൾഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഓക്കെ, റിയൽ വേൾഡ് സ്റ്റേറ്റ്മെന്റ്സിനെ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വാലിഡേറ്റ് പ്രോഗ്രാം ലോജിക് യൂസിങ് ഇൻഫറൻസ് റൂൾസ്. സോ ഒരു പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ പ്രോഗ്രാമിന്റെ ലോജിക്ക് നമുക്ക് എന്താ പറയാ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോഗ്രാമിന്റെ ലോജിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിപ്പോ അങ്ങനെ വെച്ചാൽ കറക്റ്റ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസൈൻ ആൻഡ് അനലൈസ് ബൂലിയൻ ലോജിക് ഇൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ്. സോ ബൂലിയൻ ലോജിക് ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ ഈ ബൂലിയൻ ലോജിക് ആണ് അതിന്റെയൊക്കെ മെയിൻ. സോ അതിൽ നമുക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ബൂലിയൻ ലോജിക്കിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ല, അത് അത്രയും കൺഫ്യൂഷൻ ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, then develop rigorous problem solving and proof skills. So problem solving ഇന്റെയും പ്രൂഫിന്റെ ഒക്കെ റിഗറസ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂള് നിങ്ങൾക്ക് ഇപ്പം ഈ ആപ്റ്റിറ്റ്യൂഡിന്റെ ടെസ്റ്റിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു മൊഡ്യൂൾ തന്നെ ആയിരിക്കും സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഇൻഡക്ഷൻ ആൻഡ് റിക്കറൻസസ് ആണ്. ഓക്കെ, സോ ആൽഗോരിതംസിന്റെ ബേസ് ആണ് ഈ ഇൻഡക്ഷൻസും റിക്കറൻസും. ഓക്കെ, ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ആൽഗോരിതം അനാലിസിസ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, പെർഫോമൻസ് പ്രഡിക്ഷൻ, നെറ്റ്വർക്ക് ട്രാഫിക് മോഡലിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലംസ്. ഓക്കെ, സോ ഇങ്ങനത്തെ നമ്മുടെ ആൽഗോരിതംസ് വെച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്താണ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്ഷനും റിക്കറൻസസും. ഓക്കെ, ദെൻ റിക്കറൻസ് റിലേഷൻസ് ഹെൽപ്പ് എസ്റ്റിമേറ്റ് ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സിസ്റ്റം ഗ്രോത്ത് പാറ്റേൺസ്. ടൈം കോംപ്ലക്സിറ്റിയും സിസ്റ്റത്തിന്റെ ഗ്രോത്ത് പാറ്റേൺസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് സിസ്റ്റം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര സ്പീഡിലാണ് സിസ്റ്റം നമ്മുടെ ഒരു കോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അനലൈസ് റിക്കർസീവ് ആൽഗോരിതംസ് സിസ്റ്റമാറ്റിക്കലി. സോ റിക്കർസീവ് ആൽഗോരിതംസ് എങ്ങനെയാണ് അത് സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോൾവ് റിക്കറൻസ് റിലേഷൻസ് ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. ദെൻ യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് ആൽഗോരിതം കറക്റ്റ്നെസ്. സോ നമ്മുടെ ഒരു ആൽഗോരിതം കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ സോൾവ് ചെയ്ത് വഴി പറ്റും. ഓക്കെ, then apply generating functions in advanced computing problems. So ഇതിൽ നമ്മൾ പഠിക്കുന്ന ജനറേറ്റിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂള് ഗ്രൂപ്പ് തിയറി ആണ് അല്ലെ. സോ ഗ്രൂപ്പ് തിയറി മെയിൻ ആയിട്ട് അത് വരുന്നത് ക്രിപ്റ്റോഗ്രഫിയിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ക്രിപ്റ്റോഗ്രഫി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, എറർ കറക്റ്റിംഗ് കോഡ്സ്, ദെൻ ഡാറ്റ കംപ്രഷൻ ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ട്രാൻസ്ഫോർമേഷൻസ്. സോ ക്രിപ്റ്റോഗ്രഫി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് തിയറി വരുന്നുണ്ട്. ദെൻ ഡാറ്റ കംപ്രഷനിൽ വരുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻസിലൊക്കെ നമുക്കിത് വരുന്നുണ്ട് ഗ്രൂപ്പ് തിയറി. ദെൻ ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഫോം ദ മാത്തമാറ്റിക്കൽ ബേസിസ് ഓഫ് എൻക്രിപ്ഷൻ ആൽഗോരിതംസ് യൂസ്ഡ് ഇൻ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രീസ്. സോ എൻക്രിപ്ഷൻ ആൽഗോരിതംസിന്റെ ഒക്കെ മാത്തമാറ്റിക്കൽ ബേസ് ആണ് എന്ത്, ഗ്രൂപ്പ് തിയറി. ഓക്കെ, സോ എൻക്രിപ്ഷൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ്സ് എന്താണെന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ അതിന് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഗ്രൂപ്പ് തിയറി. ദെൻ അണ്ടർസ്റ്റാൻഡ് ആൽജിബ്രൈക്. അപ്പൊ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? അണ്ടർസ്റ്റാൻഡ് ആൽജിബ്രൈക് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ എൻക്രിപ്ഷൻ. സോ എൻക്രിപ്ഷനിലെ ആൽജിബ്രൈക് സ്ട്രക്ചേഴ്സിനെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അപ്ലൈ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് ഇൻ സെക്യൂരിറ്റി ആൽഗോരിതംസ്. സെക്യൂരിറ്റി ആൽഗോരിതംസിലൊക്കെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യാം. ദെൻ അനലൈസ് സിമെട്രി ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ഇൻ കമ്പ്യൂട്ടിംഗിലെ സിമെട്രി ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ മനസ്സിലാക്കാം. ദെൻ ബിൽഡ് അബ്സ്ട്രാക്ട് റീസണിങ് യൂസ്ഫുൾ ഫോർ അഡ്വാൻസ്ഡ് CS റിസർച്ച്. സോ അബ്സ്ട്രാക്ട് റീസണിങ് ബിൽഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്സ്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ഇപ്പൊ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് തെറ്റിപ്പോയി, എവിടെയോ വെച്ചിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ അതിന്റെ പിന്നിലുള്ള മാത്സ് അറിയാണ്ട് നിങ്ങൾ അത്
ഡീബഗ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓരോ ഇൻഡക്ഷനും റിക്കറൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പിന്നിലുള്ള മാത്സ് അറിഞ്ഞാല് നമുക്ക് എങ്ങനെ കോഡുകളെയൊക്കെ നമുക്ക് എങ്ങനെ റിഫൈൻ ചെയ്യണം, എങ്ങനെ എറർ കറക്ഷൻ നടത്തണം, എങ്ങനെ ഒരു കോഡിൽ പുതിയൊരു സാധനം എവിടെ ആഡ് ചെയ്യണം, ഇപ്പൊ പുതിയൊരു ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് അതിൽ കയറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ കറക്റ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഈ സെമ്മിൽ നിങ്ങൾ ഈ പേപ്പർ നന്നായിട്ട് പഠിക്കേണ്ടത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്സിന്റെ പേപ്പർ പഠിക്കുക. പലർക്കും ഇത് എന്താ പറയാ കാണുമ്പോൾ അയ്യോ ഇത് കുറെ എന്തൊക്കെയോ മാത്സ് ആണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഇത് കാൽക്കുലേഷൻസ് ഒന്നും അല്ലാതെ വരാത്ത കുഞ്ഞു ആൻസേഴ്സ് മാത്രമുള്ള ഒരു പേപ്പറാണ്. സോ എന്നില്ല അത് അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പേപ്പറാണ്. ഓക്കെ, എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിലും നമുക്ക് ഇത് എവിടെ എങ്ങനെ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം എന്ന് നോക്കി നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോ ഇതില് ഒരിക്കലും നിങ്ങൾ ഈ പേപ്പർ പഠിക്കുമ്പോൾ ഉഴപ്പരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ കൂടെ എല്ലാ ക്ലാസ്സും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ലോജിക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രീറ്റ് മാത്സ് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എന്താണ്, കമ്പ്യൂട്ടർ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.